എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ എടുത്തു വെച്ചേക്കുന്ന എന്താണെന്ന് മനസ്സിലായി കാണും. എല്ലാവർക്കും ഒരു മീനാണ്. പക്ഷെ ഈ മീനിനൊരു പ്രത്യേകതയുണ്ട്. സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, എന്ന മാതിരിയാണ് പുള്ളിക്കാരി ഇപ്പം നാട്ടിലൂടി നടക്കുന്നത്. നാട്ടിൽ നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും, ഏത് തട്ടുകടയിൽ പോയാലും വലിയ ഹോട്ടലിൽ പോയാലും അവിടെ മെയിനായിട്ട് എഴുതി വെച്ചേക്കുന്നത് കാളാഞ്ചി പൊള്ളിച്ചത്, കാളാഞ്ചി കറി വെച്ചത്, കാളാഞ്ചി മുളക് കറി വെച്ചത്, ഇങ്ങനെ അങ്ങ് അഡ്വർടൈസ്മെന്റ് ആണ്. കാളാഞ്ചി 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 ഇതേ ഉള്ളു നാട്ടിൽ ചെന്നാൽ നമുക്കിപ്പോൾ കേൾക്കാനുള്ളത്. അങ്ങനെ ഞാനും നാട്ടിൽ പോയപ്പോൾ ഈ കാളാഞ്ചി പൊള്ളിച്ചതും കഴിച്ചു, കറി വെച്ചതും കഴിച്ചു. അപാര ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി മുള്ളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ഈ സൂപ്പർ സ്റ്റാറിന്. അങ്ങനെ ഞങ്ങൾ ദുബായിക്ക് തിരിച്ചു വന്നപ്പോൾ ഇവിടെ കാളാഞ്ചി കിട്ടുമെന്നും പറഞ്ഞ് ഇങ്ങനെ തപ്പിയപ്പോഴാണ് എൻ്റെ ബിൽഡിങ്ങിന്റെ താഴെ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് കാളാഞ്ചി മീൻ കിട്ടി. അവിടുത്തെ ഫിഷ് കടയിൽ എനിക്ക് കാളാഞ്ചി മീൻ കിട്ടി. അപ്പം ഞാനൊരു കാളാഞ്ചി അങ്ങ് വാങ്ങിച്ചു. അവനാണ് ഇവൻ. എന്താ വിലയെന്നറിയാമോ? 1 കിലോയ്ക്ക് 28 ദിറംസ് 99 ഫിൽസ്, അതായത് 29 ദിറംസ് 1 കിലോയ്ക്ക്. അവനാണ് ഇവൻ. കണ്ടില്ലേ, ഇയാൾ ഇത്ര ഫേമസ് ആണ്. അതിൻ്റെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആ. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഈ മീനിന്റെ ടേസ്റ്റും അറിയാം. അപ്പൊ ഇത് ഏകദേശം ഏതാണ്ടൊരു 3/4 കിലോയോളം ഉണ്ട്. ഇതിന് 764 ഗ്രാം ഉണ്ട്. അപ്പൊ ഇതിന് 22 ദിറംസ് 15 ഫിൽസായി. അപ്പൊ ഇവനെ കടക്കാർ നല്ലതായിട്ട് ക്ലീൻ ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ കറുപ്പൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നമുക്കങ്ങ് കഴുകി കളയണം. അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ ഒന്ന് ക്ലീൻ ചെയ്യാനിടാം നമുക്ക്. പിന്നെ ഒരു കാര്യം, ഇത് എങ്ങനെ വെച്ചാലും ഫ്രൈ ചെയ്താലും സൂപ്പറാണ്, തവയെ വെച്ച് പൊള്ളിച്ചെടുത്താലും നല്ലതാണ്, മുളക് കറി നല്ലതാണ്, തേങ്ങ വറുത്തരച്ച് വെക്കാനും നല്ലതാണ്, പിന്നെ മാങ്ങ ഇട്ട് കറി വെക്കാൻ നല്ലതാണ്. ഏത് തരത്തിൽ ഇദ്ദേഹത്തെ വെച്ചാലും അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനൊരു ചെറിയ പരിപാടി. ഇദ്ദേഹത്തെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബേസിനകത്ത് ഇച്ചിരി വെള്ളം, ഇച്ചിരി ഗോതമ്പ് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട്. എൻ്റെ മാംസത്തിന് ഒത്തിരി ഉടവൊന്നും ഉപ്പിട്ട് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉടയും. ഇതിനെ ഞാൻ ഈ വെള്ളത്തിനകത്തോട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇട്ട് വെക്കാൻ പോവാം. ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാട പോലെ ഇതിനകത്ത് ഈ കറപ്പെല്ലാം അങ്ങ് ഇളക്കി കളയാം. തൊലിയൊന്നും ഇരിക്കേണ്ട ആവശ്യം അപ്പോൾ വരത്തില്ല. അപ്പോൾ ഇപ്പം അത് ആ വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ഞാനിതൊരു കറി വെക്കാനുള്ള മസാലകളെല്ലാം എടുത്തു. ഒരു കുറച്ച് കൊച്ചുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കണ്ടേ. ഞാൻ ഉണ്ടാക്കുന്നത് മുളക് കറിയാണ്. അപ്പോൾ വെച്ചിരുന്ന് കൂട്ടാനാണെങ്കിൽ മല്ലിപ്പൊടിയുടെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫ്രിഡ്ജൊക്കെ ഉള്ള കാരണം പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഇതിപ്പോൾ 3/4 കിലോ മീനല്ലേ ഉള്ളത്. അപ്പം 3/4 കിലോ മീനാകുമ്പോൾ ഒരു 4 ടീസ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി പൊടി ഉപയോഗിക്കാം. 4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരുമായിരിക്കും. ഇത്രയും അങ്ങോട്ട് എടുക്കാം. 4 ടീസ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ശക്കല ഉലുവാപ്പൊടിയൊക്കെ നമുക്ക് പിന്നെ ചേർക്കണം. അപ്പോൾ ഒരു ശക്കല ഉലുവാപ്പൊടി. ഇത്രയും കൂടെ നമുക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ അരപ്പ് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും, എന്നിട്ട് ഇരട്ടിക്കുകയും ചെയ്യും. വെള്ളത്തിനകത്തിരുന്ന് കുതിർന്നിട്ടിത് ഡബിൾ ആവുകയും ചെയ്യും. അപ്പം നമുക്കിത് പിന്നെ ചട്ടിയിലിട്ട് നമ്മളിത് വാട്ടുമ്പോൾ മസാല കരിഞ്ഞും പോകത്തില്ല. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ആക്കി വയ്ക്കാം. അപ്പോഴത്തേക്ക് അവൻ അവിടെ വെള്ളത്തിൽ കിടക്കുകയാണ്. അവനെയും കൂടി ഇനി ക്ലീൻ ചെയ്യാം. ഇത്രയും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ കറി വെക്കാൻ എളുപ്പമല്ലേ. അപ്പം എന്താ ഇത് ഞാനിങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചു. കണ്ടില്ലേ. അപ്പോൾ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ മീൻ ക്ലീൻ ചെയ്തിട്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ കറി വയ്ക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പേ വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 2.5 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ. ഇതിന് ഈ കടു പൊട്ടിക്കുന്നതിന് പകരം ഉലുവയാണ് നമ്മൾ പൊട്ടിക്കുന്നത്. ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് ഒരുപാട് മൂക്കാനായിട്ടൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യണ്ട.
അത് ഈ ഓയിലിനകത്ത് കിടന്ന് നന്നായിട്ട് ഈ മസാലയുടെ ഒക്കെ കൂടെ കിടന്നങ്ങ് മൂത്തോളും. ഇപ്പം തന്നെ ഓൾറെഡി അത് പൊട്ടുന്നുണ്ട്. അപ്പം അതിനകത്തേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ഇതൊക്കെ അരിഞ്ഞില്ല, ചതച്ച് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇഞ്ചി അത് ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പം നമുക്ക് നമ്മുടെ ചുമന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് കറി തന്നെ, മീന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. ഇനി ചുമന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ ആകുന്നിടം വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴരാൻ വേണ്ടിയിട്ടൊരു ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് കറിയൊക്കെ വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഓയിൽ ചേർക്കണം. ഓയിൽ ചേർക്കുന്നതനുസരിച്ച്, പച്ചവെളിച്ചെണ്ണ ചേർക്കുന്നതനുസരിച്ച് നമുക്ക് രുചി കൂടും. പക്ഷേ എല്ലാം അവനവൻ്റെ ആരോഗ്യം കൂടെ നോക്കിയിട്ട് വേണം ഒഴിക്കാം. അപ്പോൾ ഇത് ഒന്ന് വാടട്ടെ. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലപോലെ ഒഴിച്ചിട്ടുണ്ട്, 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കിടന്ന് ലൈറ്റ് ബ്രൗൺ ആകട്ടെ. അപ്പം നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം അത് ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരപ്പോൾ കുറച്ചുകൂടെ അങ്ങ് കൂടിയില്ലേ നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ. ഇവനെ നമുക്ക് പച്ചച്ചുവ മാറാനായിട്ട് ഈ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചട്ടിയുടെ ചുവട്ടി പിടിക്കത്തുമില്ല, നന്നായിട്ട് പച്ചച്ചുവ മാറിക്കിട്ടുകയും ചെയ്യും. നമ്മുടെ അരപ്പ് ദാണ്ട് നന്നായിട്ട് മൂത്ത് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ എല്ലാം ഇങ്ങനെ പൊങ്ങി തെളിഞ്ഞ് വന്നത് കണ്ട. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കുടംപുളി ഇട്ട വെള്ളവും കൂടെ നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇച്ചിരി ഉപ്പും പുളിയൊക്കെ മുമ്പിലിരിക്കണം. അപ്പം കുടംപുളിയുടെയൊക്കെ പുളി അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. ഉപ്പിടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഉള്ളി വഴറ്റാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പിടാൻ. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിടാമല്ലോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തർക്ക്, ചിലർക്ക് കുറുകിയ ഗ്രേവിയാണ് ഇഷ്ടം, ചിലർക്ക് നേർമയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ രണ്ടിൻ്റെയും കൂടെ മധ്യത്തിലുള്ളതാണ് ഇഷ്ടം. ഉപ്പ് നോക്കാം. പിന്നെ പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പുളിയുടെ 2-3 കഷ്ണം പെറുക്കി മാറ്റാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അപ്പോൾ ഇനി ഈ വെള്ളവും പുളിയും ഉപ്പും ഈ മസാലയെല്ലാം കൂടെ കിടന്നങ്ങോട്ട് തിളച്ച് എണ്ണയെല്ലാം അങ്ങോട്ട് പൊന്തി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ മീൻ പെറുക്കിയിടാവൂ. ഇവിടെ മീൻ ഒരുപാട് വേവില്ല. അപ്പം ഇതിനെ നമുക്കിവിടെ ഭദ്രമായിട്ട് അനക്കാതെ വെക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട്, 2 മിനിറ്റ് വേണ്ടി വരത്തില്ല, ചട്ടിയൊക്കെ നല്ല ചൂടായി കിടക്കില്ല. തീ കുറച്ചിട്ടാൽ മതി. തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് അവനെ നമുക്ക് തിളപ്പിക്കാം. നമ്മുടെ അരപ്പൊക്കെ തിളച്ച് കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, ഉപ്പും പുളിയെല്ലാം ഞാൻ നോക്കി. എല്ലാം ഒരു ഇച്ചിരി മുൻപിൽ നിൽക്കുകയാണ്. കാരണം അങ്ങനെ ഇരുന്നാൽ ആ മീനിൻ്റെ കഷ്ണങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല ഉളുമ്പ്, നമ്മൾ ഈ ഗോതമ്പ് പൊടിക്കകത്തും വിനാഗിരിക്കകത്തും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉളുമ്പൊന്നും വരത്തില്ല, എല്ലാ ഉളുമ്പും പോവും. ഈ മീനൊരു ഉളുമ്പ് ചെവയുണ്ട്, അതുണ്ടെന്നുണ്ടെങ്കിൽ കൊള്ളത്തില്ല, മീൻ ഒരു ഇത് വരും. അപ്പം നമുക്കിവനെ എടുത്ത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാർ കാളാഞ്ചിയെ നമുക്കും കിട്ടി. ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എത്രത്തോളം ഫ്രഷ് ആണെന്നും ഒന്നും നമുക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വാങ്ങിക്കുകയാണ് കാളാഞ്ചി. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ ഇനി ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, കാളാഞ്ചി വരുമ്പോൾ നമ്മളോടൊന്ന് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിക്കാമല്ലോ നല്ലതാണെങ്കിൽ. ആദ്യം ഒരെണ്ണം വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഈ കടയിലൊക്കെ വെട്ടിയാലുള്ള കുഴപ്പമൊന്നുമില്ല, ഈ വയറങ്ങ്
ഇതാക്കും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കഷ്ണമെല്ലാം അങ്ങ് മലക്കും. ഞാൻ എൻ്റെ തലയൊന്നും കളഞ്ഞിട്ടില്ല, എല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. ഇതിനിയും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ പതുക്കെ അവനെ ഒന്ന് എല്ലായിടത്തേക്കും താത്തു കൊടുക്കണം. തലയ്ക്ക് സ്പേസ് കൊടുക്കുക. തലയൊക്കെ അവരങ്ങ് വെട്ടി അങ്ങ് പൊളന്നു. എന്നിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതങ്ങ് അമങ്ങും. അപ്പം നമുക്ക് ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇവനെ ഒന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമുക്ക് എടുത്തൊന്ന് തുറന്ന് നോക്കി ഒന്ന് വട്ടം ചുറ്റിച്ചൊക്കെ വെക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മീൻ അടച്ച് ചെറിയ തീ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റായി. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം തുറന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തായിരുന്നു. അപ്പം നമ്മൾ പൊടിയിൽ ഇച്ചിരി ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്, കടു താളിക്കാൻ നേരത്തെ ഒരു ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു ഇച്ചിരി ഒരു നുള്ള ലാസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ചൊരു 4-5 മിനിറ്റും കൂടെ നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോഴത്തേക്ക് ഈ എണ്ണ സൈഡിലിരിക്കുന്നതൊക്കെ അങ്ങ് തെളിഞ്ഞു വരും. ഉപ്പും പുളിയൊക്കെ നോക്കണം. ഇപ്പോൾ കുറവാണെങ്കിൽ നമുക്കെല്ലാം ചേർക്കാൻ പറ്റും. ഒരിച്ചിരി പുളി മുൻപിൽ നിൽക്കണം, എന്നാലേ നമ്മുടെ മീനിൻ്റെ കഷ്ണത്തിനെല്ലാം ഇത് പിടിക്കത്തുള്ളൂ. കാരണം ഇതിപ്പോൾ വെച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് നാളെ എടുക്കുമ്പോഴത്തേക്ക് ഈ മീൻ കറിയുടെ ടേസ്റ്റ് വേറെയാണ്. മുളക് കറിയൊക്കെ എപ്പോഴും അങ്ങനെ നമ്മൾ വെക്കുന്ന ഉടനെ ഉപയോഗിക്കാതെ നാളെ എടുക്കണം. ഞാനിതിപ്പോൾ നാളെ എടുക്കത്തുള്ളൂ കേട്ടോ, ഇന്നെടുക്കത്തില്ല. ഇന്ന് ഞാൻ മാറ്റി ഒളിച്ചു വെക്കും ആരും കാണാതെ, എന്നിട്ട് നാളെ എടുക്കും. അപ്പം ഞാനിന്ന് ഉപ്പൊക്കെ നോക്കട്ടെ. പെർഫെക്റ്റ് ആയിട്ടല്ല ഉണ്ട്. പുളി ഒരിത്തിരി മുമ്പിൽ നിൽക്കുക, അതങ്ങനെ നിന്നോട്ട്, കഷ്ണത്തിനെല്ലാം പിടിക്കണ്ടേ. അപ്പം നമുക്കിവനെ ഇനി ഒരു തുറന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഇവനെ ഒന്ന് തിളപ്പിക്കാം. ഗ്രേവിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് വറ്റിച്ചെടുക്കണം. എനിക്കൊരു ഇച്ചൂടെ വറ്റണം, ഇച്ചൂടെ എല്ലാം ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിയണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് വെച്ചു. ഇനി നമുക്ക് ഇതൊരിത്തിരി കറിവേപ്പിലയും വേണമെങ്കിൽ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇറ്റിച്ചു കൊടുക്കാം. വേണമെങ്കിൽ മാത്രം മതി. നമ്മൾ ഓൾറെഡി 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എങ്കിലും ലാസ്റ്റ് ഒരു ശക്കലം വേണമെങ്കിൽ ഒരു ചടങ്ങ് മാതിരി നമുക്കത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കഷ്ണത്തെ ഒന്ന് നോവാതെ കറിവേപ്പിലയൊക്കെ ഒന്ന് നിരത്തിയിട്ട്, നല്ല മണമുണ്ട് കേട്ടോ. നല്ല ഈ സാധാരണ മീൻ തിളയ്ക്കുന്ന മണമല്ല, നല്ലൊരു നമുക്കിഷ്ടം തോന്നുന്ന ഒരു മണം. ഗ്രേവിക്ക് ഇത്രയും കൊഴുപ്പുണ്ട് കണ്ടോ. ഈ കൊഴുപ്പ് മതി. ഇവിടെ കുറുകുറാന്നിരിക്കരുത്. ഇവിടെ ഒരു ഇച്ചിരി ലൂസ്, ഒരു മീഡിയം പരുവത്തിലിരിക്കണം. ഉപ്പും പുളിയും എല്ലാം ഞാൻ പറഞ്ഞ ഒരു ഇച്ചിരി മുൻപിൽ നിൽക്കുകയാണ്. അത് കഷ്ണത്തെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇതാകും. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാനിനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ചട്ടിയല്ലേ, ഇതുപോലെ ഇരുന്ന് തിളച്ചിട്ട് ആ വെളിച്ചെണ്ണയെല്ലാം തെളിയും. അപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർ കാളാഞ്ചിയെ വാങ്ങിച്ചിട്ട്, ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്തവർ വാങ്ങിച്ചിട്ട് മുളക് കറി വയ്ക്കുകയോ ഫ്രൈ ചെയ്യുകയോ മാങ്ങയിട്ട് വെക്കുകയോ ഒക്കെ ചെയ്യണം. ഞാനിപ്പോൾ ഇത് മുളക് കറി വെച്ചതും ഞാൻ ഇവിടുന്ന് ദുബായിൽ നിന്ന് ആദ്യമായിട്ടാണ് കാളാഞ്ചി വാങ്ങിക്കുന്നത്. അപ്പോഴേ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ, രുചി എന്താണെന്നും ഫ്രഷ് ആണോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഒരെണ്ണം വാങ്ങിച്ചത്. അത് ഞാൻ മുളക് കറി വെച്ചു. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നല്ല സോഫ്റ്റ് മീറ്റിനൊന്നും ഒരു അരുചിയൊന്നുമില്ല. നല്ലതാണ്. അപ്പം ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുകയാണ്, കാളാഞ്ചി കിട്ടുവാണെങ്കിൽ വാങ്ങിക്കുക, കറി വയ്ക്കുക. ഒപ്പം ഒരു ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടെങ്കിൽ സംഗതി വേറെ ലെവലാകും. അപ്പം എല്ലാവരും കാളാഞ്ചി വാങ്ങിക്കണേ, ആരും മറന്നു പോകരുത്. നാട്ടിലിപ്പോൾ ഇയാളാണ് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ. എവിടെ ചെന്നാലും ഇവനുണ്ടാകും. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇയാൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ സ്പൂണിങ്ങനെ വെച്ചിട്ട് അടപ്പ് പകുതിയാക്കി ഇങ്ങനെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. നമ്മുടെ മീൻ കറി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ അവസ്ഥ കണ്ടോ. നല്ല ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ടോ.
ഇതേപോലെ തന്നെയാണ് ഇവൻ്റെ ടേസ്റ്റും. അപ്പം നമ്മുടെ കാളാഞ്ചി ആരും വാങ്ങിച്ച് കറി വയ്ക്കാതിരിക്കരുത്. അത്ര ടേസ്റ്റാണ്, അത്ര സോഫ്റ്റാണ് മാംസം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വലിയ കുഞ്ഞു മുള്ളൊന്നുമില്ല, വലിയ മുള്ളേ ഉള്ളൂ, എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇച്ചിരി കപ്പയോ നല്ല ചൂട് കുത്തരി ചോറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കാളാഞ്ചി വാങ്ങിച്ച് കറി വയ്ക്കണേ. എന്നിട്ട് നമ്മളോട് അഭിപ്രായങ്ങളെല്ലാം പറയണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോവുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.